ലോകത്തെ പടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ സൃഷ്ടിയായി പ്രകാശിച്ചത് റസൂലുള്ളാഹിന്റെ നൂറായതുകൊണ്ട് ആ നൂറ് പ്രകാശിപ്പിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയുമായി മുവാഫിഖായ ദിവസമായതുകൊണ്ട് ആഴ്ചയിൽ ഒന്നാം സ്ഥാനം വെള്ളിയാഴ്ചക്കാണ്. സയ്യിദുൽ അയ്യാമാണ്. കണ്ടോ, സയ്യിദുൽ അയ്യാമാണ് യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ എന്ന പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഡേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ പ്രകാശത്തിൽ നിന്ന് ആര് പ്രകാശം പിടിച്ചെടുത്തോ അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം, അതാണ് നമ്മുടെ മഹത്വത്തിന്റെ അടിസ്ഥാനം. ഏത് മഹത്വങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആഴ്ചയിൽ വെള്ളിയാഴ്ചക്ക് മഹത്വമുണ്ടായത് അത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ അന്ന് പടച്ചു. വെള്ളിയാഴ്ചയാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം അഥവാ പ്രഥമ ജന്മദിനം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. അതൊരു ജന്മമാണ്. അതിനു മുമ്പൊരു ജന്മം ഉണ്ടായിട്ടുണ്ട്. ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ സൃഷ്ടിയായി പ്രകാശിച്ചത് റസൂലുള്ളാഹിന്റെ നൂറായതുകൊണ്ട് ആ നൂറ് പ്രകാശിപ്പിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയുമായി മുവാഫിഖായ ദിവസമായതുകൊണ്ട് ആഴ്ചയിൽ ഒന്നാം സ്ഥാനം വെള്ളിയാഴ്ചക്കാണ്. സയ്യിദുൽ അയ്യാമാണ്. കണ്ടോ, സയ്യിദുൽ അയ്യാമാണ് യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ എന്ന പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഡേ, സമ്മേളന ദിവസം എന്നാണ്. ആര് സമ്മേളിക്കുന്നു? ജുമുഅക്ക് നമ്മൾ സമ്മേളിച്ചത് കൊണ്ടല്ല, ജുമുഅ ഉണ്ടായത് കൊണ്ടല്ല ആ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജുമുഅ മദീനയിൽ നിന്ന് എന്ന് ആരംഭിക്കുന്നു അന്ന് തൊട്ടായിരിക്കണം ഈ പേര്. അങ്ങനെയല്ലല്ലോ. അറബി ഭാഷ എന്ന് ആരംഭിച്ചോ റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയുണ്ട്. അന്ന് ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ, സമ്മേളന ദിവസം എന്നാണ്. ആര് സമ്മേളിക്കുന്നു? എവിടെ സമ്മേളിക്കുന്നു? എല്ലാ അമ്പിയാക്കളുടെയും അനുയായികൾ വെള്ളിയാഴ്ച ദിവസം സമ്മേളിക്കാറുണ്ട്. എന്തിനു വേണ്ടി? ലിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ. കാരണം റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീനാണ്. റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ റഹ്മത്താണ് റസൂലുള്ളാഹി. ആലമുദ് ദുനിയയിൽ റഹ്മത്താണ് റസൂലുള്ളാഹ്. ആലമുൽ ബർസഖിൽ റഹ്മത്താണ് റസൂലുള്ളാഹ്. ആലമുൽ ജന്നത്തിൽ റഹ്മത്താണ് റസൂലുള്ളാഹ്. ആലമുൻ നാറിലും റഹ്മത്താണ് റസൂലുള്ളാഹ്. അബൂലഹബിന് നാറിലാണ് റഹ്മത്താകുന്ന വെള്ളം കിട്ടിയത്, അവിടെയും റഹ്മത്താണ് റസൂലുള്ളാഹ്. ഇങ്ങനെ റഹ്മത്തുൽ ലിൽ ആലമീൻ, എല്ലാ ആലമിലും റഹ്മത്താണ് റസൂലുള്ളാഹ്. എല്ലാ ആലമിലും റഹ്മത്തായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, മൗലിദോദാൻ എല്ലാ അമ്പിയാക്കളും അവരുടെ അനുയായികളെ സമ്മേളിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് സമ്മേളന ദിവസം യൗമുൽ ജുമുഅത്തി ലിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദിനു വേണ്ടി സമ്മേളിക്കുന്ന ദിവസം എന്ന് ആ ദിവസത്തെക്കുറിച്ച് പേര് പറയാൻ കാരണം.